അപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്ന സമയത്ത് ടൈം പീരിയഡ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് SHM അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടൈം പീരിയഡ് ആൻഡ് ഫ്രീക്വൻസി പറയുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ω²x ആണ് അല്ലേ. അതായത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ മൈനസ് ഉള്ളത് ഡയറക്ഷൻ അല്ലേ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക, മൈനസ് ഒഴിവാക്കിയിട്ട് ചെയ്യുക. A is equal to ω²x ആൻഡ് ω² is equal to a/x ആണ് ആൻഡ് ω equal to √a/x ആണ് അല്ലേ. ടൈം പീരീഡ് നമുക്ക് എല്ലാവർക്കും അറിയാലോ, ടൈം പീരീഡ് is equal to 2π/ω ആണ് അല്ലേ. ആൻഡ് ടൈം പീരീഡ് is equal to 2π/ω എന്ന് പറഞ്ഞാൽ 2π/√a/x അല്ലേ. ആൻഡ് ഹിയർ ടൈം പീരീഡ് is equal to 2π√x/a. തലതിരിഞ്ഞു കേട്ടോ. That is a time period of SHM. Ready? And frequency എന്ന് പറഞ്ഞാൽ നമുക്കറിയാം that is a reciprocal of time period. ഈ കാണിച്ചിരിക്കുന്ന ആളുടെ reciprocal എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ frequency is equal to 1/2π√a/x. reciprocal വന്നാണ് കേട്ടോ, തല തിരിഞ്ഞിരിക്കണേ. So frequency F is equal to 1/2π√a/x. അപ്പോൾ ടൈം പീരിയഡും ഫ്രീക്വൻസിയും നിർബന്ധമായിട്ട് ഓർത്തു വെക്കേണ്ടതാണ്. ടൈം പീരിയഡ് ഓഫ് SHM that is equal to 2π√x/a and frequency that is 1/2π√a/x. പിന്നെ അടുത്ത കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബാക്കിൽ തന്നെ പറയാനുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ലോ ഇൻ SHM ആണ്. ഓക്കെ, ഫോഴ്സ് ലോ ഇൻ SHM. ഓക്കെ, റെഡി? നോക്കിയേ, ഈ ഒരു കേസിലേക്ക് വരുന്ന സമയത്ത് മക്കളെ നമ്മളൊരു എന്താ പറയുക, ഒരു സ്പ്രിങ് കൺസിഡർ ചെയ്യുക. സ്പ്രിങ് ഞാനൊരു മാസിലേക്ക് കണക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിനെ ഞാൻ എക്സ്ട്രീം പൊസിഷനിലേക്ക് വലിച്ചു പിടിക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്. ഉറപ്പല്ലേ? ഓക്കെ, ആ റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് F ആയിട്ട് എടുക്കാം. ആൻഡ് F ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, MA ആയിരിക്കും. കറക്റ്റ് അല്ലേ? ആൻഡ് ക്ലിയർലി F ഈസ് ഈക്വൽ ടു MA എന്ന് പറയുന്ന സമയത്ത് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് -ω²x ആണ്. ഓക്കെ, ആൻഡ് F ഈസ് ഈക്വൽ ടു -mω²x ആണ്. റെഡി? ഇനി ഇവിടെ mω² എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് ഞാൻ K എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. K ഈസ് കോൾഡ് സ്പ്രിംഗ് കോൺസ്റ്റന്റ്. ഓക്കെ, mω² എന്ന് പറയുന്നത് K ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എടുക്കാം, ω² is equal to K/m, ω equal to √k/m. റെഡി? അപ്പോൾ എഫിന് പകരം ഞാൻ എന്ത് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു -kx കൊടുത്തു കഴിഞ്ഞാൽ K ഈസ് കോൾഡ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു mω². ഓക്കെ, ഇതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പിക്കാം, F ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതായത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദാറ്റ് ബോഡി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും, ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. ആൻഡ് നെഗറ്റീവ് സൈൻ ഉദ്ദേശിക്കുന്നത് വിച്ച് ഈസ് ആക്ടിങ് ടുവാർഡ്സ് ദ മീൻ പൊസിഷൻ ആണ്. ഓക്കെ, അപ്പൊ അക്കോർഡിംഗ് ടു ദ ഫോഴ്സ് ലോ ഇൻ SHM, the force acting on the body when the body moving under SHM ആണെന്നുണ്ടെങ്കിൽ ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ആൻഡ് ഫോഴ്സ് ആക്ടിങ് ടുവാർഡ്സ് ദ ഏത് പൊസിഷൻ ആണ്, മീൻ പൊസിഷൻ ആണ്. ദാറ്റ് ഈസ് കോൾഡ് ഫോഴ്സ് ലോ ഇൻ SHM. അപ്പൊ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് എന്ത് ചെയ്യാൻ പോവാണ്, കയറാൻ പോവാണ്, എനർജി ഇൻ SHM. റെഡി? എനർജി ഇൻ SHM അതായത് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ എനർജി. മക്കളെ, രണ്ട് ടൈപ്പ് എനർജിയാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ നടത്തുന്ന ഒരു ബോഡിക്ക് ഉണ്ടാവുക. ഒന്ന് പൊട്ടൻഷ്യൽ എനർജി, മറ്റേത് ഏതാണ്, കൈനറ്റിക് എനർജി. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി എടുക്കാം. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു നമുക്കറിയാലോ ½ ആണ് അല്ലേ. കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ½ എന്ന് പറയുന്ന സമയത്ത് ½ × m × വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, -ω/a sin ω_t + 5. That is called velocity of SHM. അതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -² പ്ലസ് ആയിട്ട് മാറി. സോ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ½ m × ഇതിന്റെ സ്ക്വയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ω² a² sin² ω_t + 5. sin² ω_t + 5. ഓക്കെ, mω² എന്ന് പറഞ്ഞാൽ K ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. സോ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ KA² sin² ω_t + 5. റെഡി? ദിസ് ഈസ് ദ ഇൻസ്റ്റന്റേനിയസ് കൈനറ്റിക് എനർജി ഓഫ് SHM. ടൈം തന്നുകൊണ്ട് ഇതാണ് ഇൻസ്റ്റന്റേനിയസ് കൈനറ്റിക് എനർജി ഓഫ് SHM. ടൈം തന്നുകൊണ്ട് നിങ്ങളോട് എന്ത് കാണാൻ പറഞ്ഞാൽ, കൈനറ്റിക് എനർജി കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക, ½ KA² sin² ω_t + 5. ഓക്കെ, ഇനി പൊട്ടൻഷ്യൽ എനർജി നമുക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു ½ kx² ആണ്. ദാറ്റ് ഈസ് കോൾഡ് ഏതാണ്,
ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി. എക്സിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞാൽ എ കോസ് ഒമേഗ ടി ആണ്. എ കോസ് ഒമേഗ ടി പ്ലസ് 5 അതിന്റെ സ്ക്വയർ അല്ലേ. അപ്പൊ എന്താ പറയുക, ഹാഫ് കെ എ സ്ക്വയർ കോസ് സ്ക്വയർ, സ്ക്വയർ ഉണ്ട് കേട്ടോ. എക്സ് എന്ന് പറഞ്ഞാൽ എ കോസ് ഒമേഗ ടി, സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5. ദിസ് ഈസ് കോൾഡ് ഇൻസ്റ്റന്റേനിയസ് പൊട്ടൻഷ്യൽ എനർജി. ഇൻസ്റ്റന്റേനിയസ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് SHM. ടൈം തന്നുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ എന്ത് കിട്ടി? കൈനറ്റിക് എനർജി കിട്ടി, പിന്നെ ഏത് കിട്ടി? പൊട്ടൻഷ്യൽ എനർജി കിട്ടി. ഇനി നമ്മളോട് പറയാണ് ടോട്ടൽ എനർജി എന്താണ്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ, ഇതിലൊക്കെ ടൈമിന്റെ റിലേഷൻ വരുന്നുണ്ട് അല്ലെ. ഒമേഗ ടി ടി എന്ന് പറയുന്ന റിലേഷൻ വരുന്നില്ലേ. അപ്പൊ ടൈമിന്റെ റിലേഷൻ വരുന്നത് കൊണ്ട് ടൈമിനനുസരിച്ച് എന്ത് മാറുന്നുണ്ട്? കൈനറ്റിക് എനർജി മാറുന്നുണ്ട്. ഓക്കെ, ഇതിലും ടൈമിനനുസരിച്ച് എന്ത് മാറുന്നുണ്ട്? പൊട്ടൻഷ്യൽ എനർജി മാറുന്നുണ്ട്. ഇതല്ലേ കൺസെപ്റ്റ്. ഇനി ടോട്ടൽ എനർജി എന്ന് പറയുന്ന കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. സോ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് കെ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 ആണ്. പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് കെ എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 ആണ്. റെഡി? രണ്ടിലും ഹാഫ് കെ എ സ്ക്വയർ കോമൺ ടേം ആണ്. പുറത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാഫ് കെ എ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 പ്ലസ് കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 അല്ലേ. അപ്പൊ അതിന്റെ മീനിങ് എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 അല്ലേ. അപ്പൊ ടോട്ടൽ എനർജി നമുക്ക് കിട്ടുന്നത് എന്താണ്? ഹാഫ് കെ എ സ്ക്വയർ ആണ്. റെഡി? അപ്പൊ അതിന്റെ മീനിങ് എന്താ മക്കളെ? ഇതിൽ ടൈമിന്റെ റിലേഷൻ ഇല്ല. ഓക്കെ, ടോട്ടൽ എനർജിയിൽ കെ കോൺസ്റ്റന്റ് ആണ്, സ്പ്രിംഗ് കോൺസ്റ്റന്റ്. എ എന്ന് പറഞ്ഞ ആംപ്ലിറ്റ്യൂഡ് ആണ്, അതും കോൺസ്റ്റന്റ് ആണ്. അതായത് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് റിമെയിൻസ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോ എന്റെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി എവിടെയാണ് മാക്സിമം ആൻഡ് മിനിമം ആവുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കൈനറ്റിക് എനർജി മാക്സിമം ആവണമെന്നുണ്ടെങ്കിൽ വെലോസിറ്റി എന്തായിരിക്കണം? മാക്സിമത്തിലായിരിക്കണം അല്ലെ. വെലോസിറ്റി മാക്സിമം ആയിട്ടിരിക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ മീൻ പൊസിഷൻ അല്ലേ. ഓക്കെ, വെലോസിറ്റി മാക്സിമം ആയതുകൊണ്ട് കൈനറ്റിക് എനർജി എന്താണ്? മാക്സിമത്തിലാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കൈനറ്റിക് എനർജി മാക്സിമം അറ്റ് മീൻ പൊസിഷൻ, മിനിമം അറ്റ് എക്സ്ട്രീം പൊസിഷൻ. ഓക്കെ, ഇനി പൊട്ടൻഷ്യൽ എനർജിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എവിടെയായിരിക്കും മാക്സിമം ഉണ്ടാവുക? വലിച്ചു പിടിക്കുന്ന സമയത്ത് ഹാഫ് കെ എക്സ് സ്ക്വയർ അല്ലേ. ഡിസ്പ്ലേസ്മെന്റ് കൂടുതൽ എവിടെയാണ്? എക്സ്ട്രീം പൊസിഷനിലല്ലേ. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം എക്സ്ട്രീം പൊസിഷനിലും പൊട്ടൻഷ്യൽ എനർജി മിനിമം മീൻ പൊസിഷനിലും. മറന്നു പോകരുത്. സൈഡിലേക്ക് എക്സ്ട്രീമിലേക്ക് പോകുന്തോറും പൊട്ടൻഷ്യൽ എനർജി കൂടി വരുന്നു, കൈനറ്റിക് എനർജി കുറഞ്ഞു വരുന്നു. ഓക്കെ, കൈനറ്റിക് എനർജി മാക്സിമം മീനില്, മിനിമം എക്സ്ട്രീമില്. പൊട്ടൻഷ്യൽ എനർജി മാക്സിമം എക്സ്ട്രീമില്, മിനിമം മീനില്. ദിസ് ഈസ് കോൾഡ് എനർജി ഇൻ SHM. ഓക്കെ, ഇനി നമുക്ക് വരാനുള്ള ടോപ്പിക് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു എന്താ പറയുക, ഓസിലേഷൻ ഡ്യൂ ടു സ്പ്രിങ്, സിമ്പിൾ പെൻഡുലം, പിന്നെ ഓസിലേഷൻ ഡാംപ്ഡും മറ്റേ ഓസിലേഷൻസും ആണ് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ മക്കളെ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഓസിലേഷൻ ഡ്യൂ ടു സ്പ്രിങ് ആണ് കേട്ടോ. ഓസിലേഷൻ ഡ്യൂ ടു സ്പ്രിങ് സിമ്പിൾ ടോപ്പിക് ആണ് കേട്ടോ, ചെറിയ ടോപ്പിക് ആണ്. നോക്കിക്കോ, അതായത് ഞാനൊരു സ്പ്രിങ് കൺസിഡർ ചെയ്യുന്നു. ഈ സ്പ്രിങ്ങിലേക്ക് ഞാനൊരു മാസ് കണക്ട് ചെയ്തിരിക്കുന്നു. M ആണ് മാസ്. അതിന് ഞാൻ അങ്ങനെ വലിച്ചു പിടിക്കാന്ന് വിചാരിക്കുക. ഹിയർ ദിസ് ഈസ് ദ മാസ് M. റെഡി? ഇതിനുള്ളിലോട്ട് എന്തായാലും ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ റീസ്റ്റോറിംഗ് ഫോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, ദാറ്റ് ഈസ് ഈക്വൽ ടു -kx ആണ് അല്ലേ. -kx ആണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. വി നോ ദാറ്റ് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ മാസ് ആണ് അല്ലേ. ഫോഴ്സ് -kx, M മാസ്. സോ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു -kx ഡിവൈഡഡ് ബൈ M ആണ് അല്ലേ. ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു കേസിൽ K കോൺസ്റ്റന്റ് ആണ്, M കോൺസ്റ്റന്റ് ആണ്. ആക്സിലറേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. ഓക്കെ, അതിന്റെ നെഗറ്റീവ് സൈൻ ഉദ്ദേശിക്കുന്നത് ആക്സിലറേഷൻ ആക്ടിങ് ടുവാർഡ്സ് ദ മീൻ പൊസിഷൻ ആണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഈ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. ഓക്കെ, അപ്പൊ ആക്ടിങ് ടുവാർഡ്സ് ദ മീൻ പൊസിഷൻ ആണ് ആൻഡ് ഓൾസോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ അതിന്റെ മീനിങ് ഈ നടക്കുന്ന ഓസിലേഷൻ എന്ന് പറയുന്നത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? സിമ്പിൾ ഹാർമോണിക് മോഷന്റെ എക്സാമ്പിൾ ആണ്. റെഡി? ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു കൺസെപ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഇതൊന്ന് എന്ത് ചെയ്യാം അറിയോ? റീഅറേഞ്ച് ചെയ്യാം.
ഓക്കെ, റീഅറേഞ്ച് ചെയ്യാന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓർമ്മ ഉണ്ടല്ലോ നിങ്ങൾക്ക്, എ ഈക്വൽ ടു, അതായത് ഒന്ന് മൈനസ് സൈൻ ഒഴിവാക്കിയാൽ മതി, കെ ബൈ എം ഇൻറ്റു എക്സ് അല്ലേ, കെ ബൈ എം ഇൻറ്റു എക്സ്. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ എന്താ വരിക, എ ബൈ എക്സ് ഈക്വൽ ടു കെ ബൈ എം അല്ലേ. നേരത്തെ ടൈം പീരിയഡ് എന്ന് പറയുന്ന സംഭവത്തിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, 2π ബൈ ഒമേഗ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഇല്ലേ. ആൻഡ് ടി ഈസ് ഈക്വൽ ടു 2π ബൈ റൂട്ട് ഓഫ് എന്തായിരുന്നു, ഒമേഗ സ്ക്വയർ എന്ന് പറയുന്ന സംഭവം. ഒമേഗയ്ക്ക് പകരം നമ്മൾ റൂട്ട് ഓഫ് എ ബൈ എക്സ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. ഓക്കെ, എ ബൈ എക്സ്. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ എങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, 2π റൂട്ട് ഓഫ് എക്സ് ബൈ എ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ എ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ കെ ബൈ എം ആണ്. അപ്പോൾ എക്സ് ബൈ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചിട്ടാ പോരെ, എം ബൈ കെ ആണ്. ഓക്കെ, ടൈം പീരിയഡ് ഹിയർ വി ക്യാൻ സേ ദാറ്റ് 2π റൂട്ട് ഓഫ് എം ബൈ കെ. ദിസ് ഈസ് എ ടൈം പീരിയഡ് ഓഫ് ദ ഓസിലേഷൻ. ഈ പറയുന്ന സ്പ്രിങ് വെച്ച് മാസ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന ടൈം പീരിയഡ് ദാറ്റ് ഈസ് 2π റൂട്ട് ഓഫ് എം ബൈ കെ. ഇനി ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റെസിപ്രോക്കൽ ഓഫ് ടൈം പീരിയഡ് ആണ്. ആൻഡ് ഫ്രീക്വൻസി ഈക്വൽ ടു, ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1/2π റൂട്ട് ഓഫ്, ഇത് തലതിരിഞ്ഞു എന്ന് പറഞ്ഞാൽ കെ ബൈ എം വന്നു. ദിസ് ഈസ് എ ഫ്രീക്വൻസി ഓഫ് SHM. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്, ഓസിലേഷൻ ഡ്യൂ ടു സ്പ്രിങ്. ഇതൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, മാസ് തന്നിട്ട് സ്പ്രിംഗ് കോൺസ്റ്റന്റ് തന്ന് ടൈം പീരിയഡ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് എന്ത് ചെയ്യാൻ പോവാണ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് കോൾഡ് സിമ്പിൾ പെൻഡുലം. ഓക്കെ, സിമ്പിൾ പെൻഡുലം ഒരുപാട് വട്ടം പബ്ലിക് എക്സാമിന് എന്ത് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് സിമ്പിൾ പെൻഡുലം. ഓക്കെ, നോക്കിയേ, അതായത് ഒരു സിമ്പിൾ പെൻഡുലം നമ്മളിവിടെ കൺസിഡർ ചെയ്യാണ് കേട്ടോ. ഓക്കെ, സിമ്പിൾ പെൻഡുലത്തിന്റെ ഏത് പൊസിഷനാണ്, ദിസ് ഈസ് കോൾഡ് മീൻ പൊസിഷൻ. ഈ സിമ്പിൾ പെൻഡുലത്തിന് ഞാൻ സൈഡിലേക്ക് എന്ത് ചെയ്യുന്ന സമയത്ത്, വലിച്ച് നിർത്തുന്ന സമയത്ത് തീറ്റ ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദിസ് മോഷൻ. റെഡി, ഈ സിമ്പിൾ പെൻഡുലത്തിന്റെ ലെങ്ത്, ഇതാണ് ബോബ് കേട്ടോ, ബോബിന്റെ സെന്ററിലേക്കുള്ള ലെങ്ത് L ആണ്. ഇവിടെ mg എന്ന് പറയുന്ന വെയിറ്റ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. mgയെ ഞാൻ 2 കമ്പോണന്റുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്പ്ലിറ്റ് ചെയ്യുന്നത്. അറിയില്ലേ, ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും എന്തുതന്നെയാണ്, തീറ്റ തന്നെയാണ്. ഈ കമ്പോണന്റ് mg കോസ് തീറ്റയും ഈ കമ്പോണന്റ് mg സൈൻ തീറ്റയുമാണ്. ഓക്കെ, ഇത് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ പറയുന്നത്, ഒരു ആർക്കിലാണ് ഇതിന്റെ എന്ത് നടക്കുന്നത്, മോഷൻ നടക്കുന്നത്. കറക്റ്റ് അല്ലേ. ഇവിടെ ഈ പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ റീസ്റ്റോറിങ് ടോർക്ക് ആക്ടിങ് ഓൺ ദ ബോഡി. ടോർക്ക് എന്ന് പറയാനുള്ള കാരണം ഇത് ആർക്കിലാണ്, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ റീസ്റ്റോറിങ് ടോർക്ക്, ടോ എന്നെടുക്കാം, ദാറ്റ് ഈസ് കോൾഡ് റീസ്റ്റോറിങ് ടോർക്ക്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ടോർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അല്ലേ. ഇതിനെ താഴോട്ട് പിടിച്ചു വലിക്കുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതാണ്, mg സൈൻ തീറ്റ അല്ലേ, താഴോട്ട് പിടിച്ചു വലിക്കുന്ന ഫോഴ്സ്, ദാറ്റ് ഈസ് കോൾഡ് mg സൈൻ തീറ്റ. ഓക്കെ, ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ L ആണ് അല്ലേ. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, റീസ്റ്റോറിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് mg സൈൻ തീറ്റ ഇൻറ്റു L. ഓക്കെ, മൈനസ് ഓഫ് mg സൈൻ തീറ്റ ഇൻറ്റു L. റെഡി, ഇനി ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യാം. മൈനസ് വരാനുള്ള കാരണം റീസ്റ്റോറിംഗ് ആയതുകൊണ്ടാണ്. സോ ദാറ്റ് ഈസ് മൈനസ് mgl സൈൻ തീറ്റ. അതവിടെ നിൽക്കട്ടെ കേട്ടോ. ഇനി തീറ്റ ഈസ് വെരി സ്മോൾ ആണെങ്കിൽ, അതൊന്ന് ഓർമ്മയിൽ നിൽക്കണം കേട്ടോ. തീറ്റ എന്ന് പറയുന്ന ആംഗിൾ എന്ന് പറയുന്നത് വെരി സ്മോൾ ആണെങ്കിൽ സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ. ഓക്കെ, സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ. റെഡി, സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ആൻസർ വരിക, ടോ ഈസ് ഈക്വൽ ടു മൈനസ് mgl ഇൻറ്റു തീറ്റ. റെഡി, ആൻഡ് ഹിയർ ടോർക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, ഐ ആൽഫ എന്ന് കൊടുക്കാം. റൊട്ടേഷനിൽ പഠിച്ചിട്ടുള്ളതല്ലേ, ടോർക്ക് ഈസ് ഈക്വൽ ടു ഐ ആൽഫ. ഐ ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് mgl ഇൻറ്റു തീറ്റ. റെഡി, ആൽഫ ഈസ് ഈക്വൽ ടു, അപ്പൊ ഞാൻ ഇവിടെ താഴത്തേക്ക് എഴുതാം കേട്ടോ, ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് mgl ബൈ ഐ ഇൻറ്റു തീറ്റ. റെഡി, എടാ മക്കളെ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന് നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ആൽഫ ഈസ് ദ ആക്സിലറേഷൻ. ആംഗുലാർ ആക്സിലറേഷൻ ആണ്, ഓസിലേഷൻ ആയതുകൊണ്ട് സിംപ്ലി എന്ത് പറഞ്ഞാൽ മതി, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ,
ഹിയർ തീറ്റ ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്. എം മാസ് ആണ്, ജി ഗ്രാവിറ്റി ആണ്, എൽ ലെങ്ത് ആണ്, ഐ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. മാസ് എന്തായാലും കോൺസ്റ്റന്റ് ആയിരിക്കും. ഗ്രാവിറ്റി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആണ്. എൽ ലെങ്ത് കോൺസ്റ്റന്റ് ആണ്. ആൻഡ് ഐ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓൾറെഡി കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എം ജി എൽ ബൈ ഐ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെങ്കിൽ ആൽഫ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു തീറ്റയാണ്. അതായത് ആക്സിലറേഷൻ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, ഇതിങ്ങനെ ആവണം എന്നുണ്ടെങ്കിലേ എന്ത് സ്മോൾ ആയിരിക്കണം? ആംഗിൾ ചെറുതായിരിക്കണം കേട്ടോ. അത് മനസ്സിൽ ഓർമ്മയിൽ ഉണ്ടാവണം. ഓക്കെ, ഇനി ആൽഫ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു തീറ്റയാണ്. മൈനസ് സൈൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആക്ടിങ് ടുവാർഡ്സ് ദ മീൻ പൊസിഷൻ എന്നാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഈ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത് എന്ത് മോഷന്റെ എക്സാമ്പിൾ ആണ്? സിമ്പിൾ ഹാർമോണിക് മോഷന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഒരു കാര്യം, ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആവണം എന്നുണ്ടെങ്കിൽ, ഈ സിമ്പിൾ പെൻഡുലത്തിന്റെ മോഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആവണം എന്നുണ്ടെങ്കിൽ തീറ്റ ആംഗിൾ എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കണം. അത് മനസ്സിന്ന് പോവരുത്. ഓക്കെ, ഇനി ഇത് ഇക്വേഷൻ നമ്പർ 1 എടുക്കാം കേട്ടോ നമുക്ക്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്ത കൺസെപ്റ്റിലേക്ക് വരാൻ നമുക്കറിയാം ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ആണ്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. റെഡി? ബൈ കമ്പയറിംഗ് 1 and 2, 1 ഉം 2 ഉം കമ്പയർ ചെയ്യുന്ന സമയത്ത് ആൽഫ ആക്സിലറേഷൻ ആണ്, എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ്. ഈ എക്സ് ഡിസ്പ്ലേസ്മെന്റ് ആണ്, തീറ്റ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. മൈനസ് അവിടെ കിടക്കുന്നുണ്ട്, മൈനസ് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം ഉറപ്പിക്കാലോ, ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തായിരിക്കണം? എം ജി എൽ ബൈ ഐ ആണല്ലോ അല്ലെ? രണ്ടും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു എം ജി എൽ ബൈ ഐ. ഓക്കെ, ആൻഡ് ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു എം ജി എൽ ഡിവൈഡഡ് ബൈ ഐ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. മാസ് എം ആണ്, ഡിസ്റ്റൻസിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എൽ. ഓക്കെ, എം എൽ സ്ക്വയർ. ഇനി എമ്മും എമ്മും കട്ട് ചെയ്യുക, എൽ സ്ക്വയറും എല്ലും കട്ട് ചെയ്യുക. ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി ബൈ എൽ എന്ന് കിട്ടും. ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ബൈ എൽ എന്ന് കിട്ടും. ടൈം പീരീഡ് നമുക്കറിയാം, ടി ഈസ് ഈക്വൽ ടു 2π ബൈ ഒമേഗയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2π ബൈ റൂട്ട് ജി ബൈ എൽ ആണ്. സോ ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π റൂട്ട് ഓഫ് എൽ ബൈ ജി ആണ്. ദാറ്റ് ഈസ് എ ടൈം പീരിയഡ് ഓഫ് ഏതാണ്? സിമ്പിൾ പെൻഡുലം. ഒരുപാട് വട്ടം പബ്ലിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഫ്രീക്വൻസി വേണമെങ്കിൽ നിങ്ങൾ എഴുതിക്കൊണ്ടു കേട്ടോ. അതായത് 1/t എന്ന് പറഞ്ഞാൽ 1/2π റൂട്ട് ഓഫ് ജി ബൈ എൽ. ഇനി വേണമെങ്കിൽ അത് ഞാൻ എഴുതരാം. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/2π റൂട്ട് ഓഫ് ജി ബൈ എൽ. ദിസ് ഈസ് എ ഫ്രീക്വൻസി ഓഫ് ഏതാണ്? സിമ്പിൾ പെൻഡുലം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഡെറിവേഷൻ, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിരിക്കുന്ന ഒരു ഡെറിവേഷൻ. ഓക്കെ, ഇനി ഇതിന്റെ ബാക്കിൽ നമുക്കൊരു കാര്യം കൂടി എന്ത് ചെയ്യാനുണ്ട്? ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്താണെന്നറിയോ? ഈ സിമ്പിൾ പെൻഡുലം ലിഫ്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. സിമ്പിൾ പെൻഡുലം ഇൻസൈഡ് ദ ലിഫ്റ്റ്. ഓക്കെ, അപ്പൊ അങ്ങനെ മറന്നു പോവാതിരിക്കുക. സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 2π റൂട്ട് ഓഫ് എന്താണ്? എൽ ബൈ ജി ആണ്. ആൻഡ് ഹിയർ സിമ്പിൾ പെൻഡുലം ഇൻസൈഡ് ലിഫ്റ്റ്. ഇൻസൈഡ് ലിഫ്റ്റ് നമ്മൾ ലോസ് ഓഫ് മോഷനുള്ള ടോപ്പിക്കുമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു കൊളാബറിക്കേഷൻ ആണ് വരുന്നത്. അതായത് ഒരു ലിഫ്റ്റിന്റെ ഉള്ളിൽ ഒരു സിമ്പിൾ പെൻഡുലം എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. റെഡി? ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യാണ്. അപ്പൊ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ആദ്യത്തെ കൺസെപ്റ്റ്, ലിഫ്റ്റ് ആക്സിലറേറ്റിംഗ് അപ്വേർഡ്സ്. ഓക്കെ, മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π റൂട്ട് ഓഫ് എൽ ബൈ ജി പ്ലസ് എ ആയിരിക്കും. ആക്സിലറേറ്റിംഗ് അപ്വേർഡ്സ്. ഓക്കെ, ഇനി ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1/2π റൂട്ട് ഓഫ് ജി പ്ലസ് എ ബൈ എൽ ആയിരിക്കും. ഇത് ആദ്യത്തെ കണ്ടീഷൻ. രണ്ടാമത്തത്, ലിഫ്റ്റ് ആക്സിലറേറ്റിംഗ് ഡൗൺവേർഡ്സ്. താഴോട്ടാണ് ആക്സിലറേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 2π റൂട്ട് ഓഫ് എൽ ബൈ ജി മൈനസ് എ ആയിരിക്കും. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1/2π റൂട്ട് ഓഫ് ജി മൈനസ് എ ബൈ എൽ ആയിരിക്കും. ഓക്കെ, അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത് ലിഫ്റ്റ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അണ്ടർ ഫ്രീലി ഫാളിംഗ് കണ്ടീഷൻ. ഓക്കെ, ഫാളിംഗ് കണ്ടീഷൻ. ലിഫ്റ്റ് എന്ത് ചെയ്യാണ്? ഫ്രീലി ഫാളിംഗ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ, ഫ്രീലി ഫാളിംഗ് ആണെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ജി അല്ലേ? താഴോട്ടാണ് വരുന്നത്. അത് ആക്സിലറേറ്റ് ചെയ്യുന്നത് ഏതിലാണ്? ജിയിലാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇവിടെ എക്ക് പകരം, ഇത് ലിഫ്റ്റ് ആക്സിലറേറ്റിംഗ് ഡൗൺവേർഡ് അല്ലേ? ലിഫ്റ്റ് ആക്സിലറേറ്റിംഗ് ഡൗൺവേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആക്സിലറേഷൻ ജി ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എക്ക് പകരം എന്ത് കൊടുക്കുക? ജി കൊടുക്കുക. നോക്കാം നമുക്ക് എന്താ സംഭവിക്കുക എന്നുള്ളത്. ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π റൂട്ട് ഓഫ് എൽ ബൈ ജി മൈനസ് എ. അപ്പൊ ജി മൈനസ് എ എന്ന് പറഞ്ഞാൽ ജി മൈനസ് ജി. എക്ക് പകരം ജി കൊടുക്കുക. അപ്പൊ എന്താ വരിക? 0 വന്നാണെന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്ററിലല്ലേ 0 വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഇൻഫിനിറ്റി. ടൈം പീരീഡ് ഇൻഫിനിറ്റി ആണെങ്കിൽ ഫ്രീക്വൻസി ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും.
അല്ലേ? കാരണം 1/t അതായത് 1/∞ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. മറന്നു പോകരുത്, ഒരുപാട് വട്ടം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ലിഫ്റ്റ് അണ്ടർ ഫ്രീലി ഫാളിംഗ് കണ്ടീഷൻ ആണെങ്കിൽ ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്, ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടി ഇതിന്റെ ഭാഗത്തായിട്ട് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻഡുലം വിത്ത് ലെങ്ത് 1 മീറ്റർ. ഓക്കെ, ഒരു പെൻഡുലത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 മീറ്റർ ആണെങ്കിൽ അതിനെ നമുക്ക് സെക്കൻഡ്സ് പെൻഡുലം എന്ന് വിളിക്കാം. അല്ലെങ്കിൽ പെൻഡുലം വിത്ത് ടൈം പീരിയഡ് 2 സെക്കൻഡ്. 2 സെക്കൻഡ് ആണ് ടൈം പീരിയഡ് ഉണ്ടാവുക. ടൈം പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലസ് എയിൽ നിന്ന് ഒരു എക്സ്ട്രീമിൽ തുടങ്ങി മറ്റേ എക്സ്ട്രീമിൽ പോയി തിരിച്ച് ആ തുടങ്ങിയ എക്സ്ട്രീമിൽ തന്നെ തിരിച്ചെത്തണമെന്നുണ്ടെങ്കിൽ 2 സെക്കൻഡ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സെക്കൻഡ്സ് പെൻഡുലം. ഓക്കെ, ഇത്രയാണ് പെൻഡുലത്തിന്റെ ഭാഗത്തിൽ വരുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. ഇനി 2 ഓസിലേഷൻസ് നമുക്ക് പറയാനുണ്ട്: ഡാംപ്ഡ് ഓസിലേഷൻ ആൻഡ് ഫോഴ്സ്ഡ് ഓസിലേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്, ഡാംപ്ഡ് ഓസിലേഷൻ. ഓക്കെ, അപ്പൊ മക്കളെ നമ്മൾ ഈ ഡാംപ്ഡ് ഓസിലേഷനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ എന്തൊക്കെയാ അറിയോ? ഒരു സാധാരണ ഒരു ഊഞ്ഞാല്, സാധാരണ ഒരു ഊഞ്ഞാലാന്ന് വിചാരിക്കുക. ഇത് ഓസിലേഷനാണ് നമുക്കറിയാലോ. ഞാൻ ഒരാളെ ഇരുത്തിയിട്ട് എന്ത് ചെയ്യാണ്? അയാളെ പിടിച്ച് വലിച്ച് ഉന്തിയിട്ട് ഞാൻ എന്ത് ചെയ്തു? എൻ്റെ വീട്ടിലേക്കാണ് പോയി എന്ന് വിചാരിക്കുക. ഇയാൾ രാവിലെ ഉന്തി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഒരേ ആംപ്ലിറ്റ്യൂഡിൽ അങ്ങനെ ഓസിലേറ്റ് ചെയ്യുമോ? ഇല്ലല്ലോ. എന്ത് സംഭവിക്കും? അയാൾക്ക് ഉന്തി കൊടുക്കാൻ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഗ്രാജുവൽ ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ടിരിക്കും. ഉറപ്പല്ലേ? ഉന്തി കൊടുക്കാൻ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഗ്രാജുവൽ ആയിട്ട് എന്തായാലും കുറയും, ഒരു സംശയവും വേണ്ട അല്ലേ? അങ്ങനെ ഗ്രാജുവൽ ആയിട്ട് ആംപ്ലിറ്റ്യൂഡ് കുറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന സ്വിങ്ങിൻ്റെ മുകളിൽ, ഊഞ്ഞാലിൻ്റെ മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? അത് ഓപ്പോസിങ് ഫോഴ്സ് എക്സേർട്ട്. കാരണം എയറിന്റെ എന്ത് വരുന്നുണ്ട്? ഫ്രിക്ഷൻ വരുന്നുണ്ട് അല്ലേ? ആ എയർ ഫ്രിക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്നത് കൊണ്ട് അതിന് ഒരു ഓപ്പോസിങ് ആയിട്ടുള്ള എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതിന്റെ മുകളിൽ ഒരു ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഓപ്പോസിങ് ആയിട്ടുള്ള ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡാമ്പിംഗ് ഫോഴ്സ്. ഓക്കെ, ഇങ്ങനെ ഒരു ഡാമ്പിംഗ് ഫോഴ്സ് അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ആംപ്ലിറ്റ്യൂഡിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഓസിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ എന്താണ് ഡാംപ്ഡ് ഓസിലേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഓസിലേഷൻ, അതായത് അൺഡാംപ്ഡ് ആയിട്ടുള്ള ഓസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ആംപ്ലിറ്റ്യൂഡിൽ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് കോൾഡ് അൺഡാംപ്ഡ് ഓസിലേഷൻ. അതായത് പ്രത്യേകിച്ച് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലാത്തത്, എന്താ പറയാ, ഡാമ്പിംഗ് ഫോഴ്സ്, ഓപ്പോസിംഗ് ഫോഴ്സ് ഒന്നും ഇല്ലാത്തത്. പക്ഷേ ഒരു ഡാംപ്ഡ് ഓസിലേഷൻ ആണ് അതിന്റെ പ്രത്യേകത എന്താ? അതിങ്ങനെ കൂടി കുറഞ്ഞ് 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 അവസാനം ഡെഡ് ആവും അല്ലെ? ദിസ് ഈസ് കോൾഡ് എന്താണ്? ഡാംപ്ഡ് ഓസിലേഷൻ. അതായത് ഓസിലേഷൻ വിത്ത് ഗ്രാജുവൽ ഡിക്രീസ് ഇൻ ആംപ്ലിറ്റ്യൂഡ്, ദാറ്റ് ഈസ് കോൾഡ് ഡാംപ്ഡ് ഓസിലേഷൻ. റെഡി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയടാ, ഈ ഡാംപ്ഡ് ഓസിലേഷൻ എന്ന് പറയുന്നത് അതിന്റെ മുകളിൽ ഞാൻ ഉന്താതിരുന്നത് കൊണ്ടാണല്ലോ അവിടെ ഡാമ്പിങ് സംഭവിക്കുന്നത് അല്ലെ? ഇപ്പൊ ഞാൻ അവിടെ നിന്നിട്ട് എന്ത് ചെയ്യാണ്? കണ്ടിന്യൂസ് ആയിട്ട് ഫോഴ്സ്, മൂപ്പരങ്ങോട്ട് പോയി ഫ്രണ്ടിലേക്ക് പോയി തിരിച്ചു വന്നു, പിന്നെയും ഞാൻ ഉന്തി, അയാൾ പോകുന്നു തിരിച്ചു വരുന്നു, പിന്നെയും ഞാൻ ഫോഴ്സ് കൊടുക്കുന്നു, അയാൾ എന്ത് ചെയ്യുന്നു? തിരിച്ചു. അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഞാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പീരിയോഡിക് ആയിട്ടുള്ള ഫോഴ്സ്, പീരിയോഡിക് അല്ലേ, ഞാൻ എപ്പോഴും ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കണില്ല, ഒരു ടൈം ഇന്റർവെല്ലിൽ ഉന്തുന്നു പോയി തിരിച്ചു വരുന്നു, ഉന്തുന്നു പോയി തിരിച്ചു വരുന്നു, ഒരു ടൈം ഇന്റർവെല്ലിലാണ് ഞാൻ ഒരു പീരിയോഡിക് ആയിട്ടുള്ള ഫോഴ്സ് കൊടുക്കുന്നത്. അങ്ങനെ പീരിയോഡിക് ആയിട്ട് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കൂല? നമ്മളുടെ ആംപ്ലിറ്റ്യൂഡിൽ എന്ത് സംഭവിക്കൂല? കുറവ് സംഭവിക്കൂല. ഓക്കെ, അങ്ങനെ ആംപ്ലിറ്റ്യൂഡിൽ കുറവ് സംഭവിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ പീരിയോഡിക് ആയിട്ട് എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണം. അതാണ് ഫോഴ്സ്ഡ് ഓസിലേഷൻ. നമുക്ക് അടുത്ത ടോപ്പിക് ആയിട്ട് പഠിക്കാനുള്ളതാണ്. ഓക്കെ, ഇവിടെ നമ്മൾ പറയുന്നത് ദ ഓസിലേഷൻ വിത്ത് ഗ്രാജുവൽ ഡിക്രീസ് ഇൻ ആംപ്ലിറ്റ്യൂഡ്, അതായത് ഓസിലേഷൻ ആംപ്ലിറ്റ്യൂഡ് പതുക്കെ 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 കുറഞ്ഞു വരുന്നു. ദാറ്റ് ഈസ് കോൾഡ് ഡാംപ്ഡ് ഓസിലേഷൻ. റെഡി? ഇനി ഈ ഡാംപ്ഡ് ഓസിലേഷൻ നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ മക്കളെ, ഞാൻ അവിടെ ഒരു സ്പ്രിങ് കണക്ട് ചെയ്യാൻ കേട്ടോ. ഒരു സ്പ്രിങ്, ദിസ് ഈസ് എ സ്പ്രിങ്. ഞാൻ ഈ സ്പ്രിങ്ങിലേക്ക് ഒരു മാസ് എടുത്തു, ദിസ് ഈസ് കോൾഡ് എം. റെഡി? ആൻഡ് ഹിയർ ഇതിന്റെ ചുറ്റുഭാഗത്തൊക്കെ എയർ എന്ന് പറയുന്ന മീഡിയം ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് എ ഡാമ്പിംഗ് മീഡിയം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ആൾക്കാർ ഇങ്ങനെ ഇരിക്കേണ്ടതെന്ന് വിചാരിച്ചോ. ഞാൻ ഈ പറയുന്ന എം എന്ന് പറയുന്ന മാസിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ച് ഈ ഒരു പൊസിഷനിൽ എത്തിച്ചു എന്ന് വിചാരിക്കുക. ദിസ് ഈസ് ദ എക്സ്ട്രീം പൊസിഷൻ. താഴേക്ക് ഇങ്ങനെ വലിച്ചു, താഴേക്ക് ഇങ്ങനെ വലിച്ച് ഞാൻ അങ്ങനെ കൈ എടുത്തു കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് താഴത്തേക്ക് ഇങ്ങനെ എന്ത് ചെയ്യും? ഓസിലേറ്റ് ചെയ്യൂലേ? ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബോഡിയുടെ മുകളിൽ എയർ എന്ന് പറയുന്ന ഡാമ്പിംഗ് മീഡിയം എന്ത് ചെയ്യുന്നുണ്ട്? ഓപ്പോസിംഗ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഡാമ്പിംഗ് ഫോഴ്സ്. റെഡി? ഈ ബോഡിയുടെ മുകളിൽ ആദ്യം ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ദാറ്റ് ഈസ് കോൾഡ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഏത് ഫോഴ്സ് ആണ്? റീസ്റ്റോറിംഗ് ഫോഴ്സ്. ദാറ്റ് റീസ്റ്റോറിംഗ് ഫോഴ്സ് എഫ് എന്ന് എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു -kx. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ
ഓക്കെ, ഇനി രണ്ടാമത്തെ ബോഡിയുടെ മുകളിൽ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോഴ്സ് ആണ് ഡാമ്പിംഗ് ഫോഴ്സ്. ആര് കൊടുക്കുന്ന ഡാമ്പിംഗ് ഫോഴ്സ്? എയർ കൊടുക്കുന്ന ഡാമ്പിംഗ് ഫോഴ്സ്. ഈ ഡാമ്പിംഗ് ഫോഴ്സ് എഫ് ഡി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എപ്പോഴും എന്തായിരിക്കും? വെലോസിറ്റി ആയിരിക്കും. അതായത് ഇത് സ്പീഡിൽ ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ മുകളിലുള്ള ഡാമ്പിംഗ് ഫോഴ്സ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. പതുക്കെയാണ് ഓസിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിലുള്ള ഡാമ്പിംഗ് ഫോഴ്സ് കുറവായിരിക്കും. ഓപ്പോസിംഗ് എന്നാണ് ഡാമ്പിങ്ങിന്റെ മീനിങ് കേട്ടോ. ഓക്കെ, and FD is equal to minus BV, correct? And here B is called a damping constant. മറന്നു പോകരുത് കേട്ടോ, B നമ്മൾ വിളിക്കുന്ന പേരാണ് damping constant. ഒന്ന് എഴുതരാം, damping constant. റെഡി? ഇനി ടോട്ടൽ ഫോഴ്സ്, നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഓസിലേറ്റർ, നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഓസിലേറ്റർ എന്ന് പറയുന്നത് F ഈസ് ഈക്വൽ ടു രണ്ട് ഫോഴ്സുകളാണ്. ഒന്ന് എഫ് ഡി, രണ്ടെന്ന് പറഞ്ഞാൽ എഫ്. ഓക്കെ, എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ഫോഴ്സ് എഫ് അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു എം എ എന്ന് എടുക്കാം. റെഡി? എം എ ഇസ് ഈക്വൽ ടു എഫ് ഡിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? മൈനസ് ബി വി എന്ന് കൊടുക്കാം. എഫിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? മൈനസ് കെ എക്സ് എന്ന് കൊടുക്കാം. റെഡി? ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? എം എ പ്ലസ് ബി വി പ്ലസ് കെ എക്സ് ഈക്വൽ ടു 0. റെഡി? എം എ പ്ലസ് ബി വി പ്ലസ് കെ എക്സ് ഈക്വൽ ടു 0. റെഡി? ആൻഡ് എം ഇൻറ്റു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ ആണ്, പ്ലസ് ബി ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ ഡി എക്സ് ബൈ ഡി ടി ആണ്, പ്ലസ് കെ എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? 0. ദിസ് ഈസ് എ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, ഈ പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ റെപ്രസെന്റിങ് ഡാംപ്ഡ് ഓസിലേഷൻ. ഓക്കെ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ റെപ്രസെന്റിങ് ഏതാണ്? ഡാംപ്ഡ് ഓസിലേഷൻ. അപ്പൊ ഞാൻ ഈ സൈഡ് ഒന്ന് വായിക്കുന്നുണ്ട് കേട്ടോ, അപ്പൊ അതൊന്നും മറന്നു പോവാതിരിക്കുക. ദിസ് ഈസ് ദ ഇക്വേഷൻ റെപ്രസെന്റിങ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ റെപ്രസെന്റിങ് ഏതാണ്? ഡാംപ്ഡ് ഓസിലേഷൻ. റെഡി? ഇനി ഈ പറയുന്ന ഇത് ഇങ്ങോട്ടാണ് വരുന്നത് കേട്ടോ. റെഡി? ഈ പറയുന്ന ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്ന സമയത്ത്, സോൾവ് ചെയ്യുന്ന മെത്തേഡുകളൊന്നും നിങ്ങൾ എന്ത് ചെയ്യാൻ നിൽക്കണ്ട, പഠിക്കാനില്ല. പിന്നെ എന്താണ് ഇതിന്റെ ഇക്വേഷൻ ഇതാണെന്ന് പറഞ്ഞ് ബൈ ഹേർട്ട് ചെയ്ത് വെക്കണം, വേറെ ഒരു നിവൃത്തിയില്ല. ഓക്കെ, കാരണം ഇതിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവിംഗ് മെത്തേഡ് നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ബൈ ഹേർട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അതായത് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൊല്യൂഷൻ ഓഫ് ദിസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് യു മീൻ ബൈ എക്സ്? ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ഡാംപ്ഡ് ഓസിലേഷൻ. ഓക്കെ, ഇതിന്റെ ആൻസർ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു എ ഇ റൈസ് ടു മൈനസ് ബി ടി ബൈ 2m കോസ് ഒമേഗ ഡാഷ് ടി പ്ലസ് 5. ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ഇക്വേഷൻ കിട്ടുന്നത് കേട്ടോ. റെഡി? ദിസ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഡാംപ്ഡ് ഓസിലേഷൻ. കണ്ടോ? ഡാംപ്ഡ് ഓസിലേഷൻ. അൺഡാംപ്ഡ് ഓസിലേഷൻ ആവുന്ന സമയത്തെ എന്താ പ്രത്യേകത? ഈ പറയുന്ന എ കോസ് ഒമേഗ ടി പ്ലസ് 5 എന്ന് മാത്രം നോക്കിയാൽ മതി. അതായത് എ ഒരിക്കലും മാറൂല. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഡാംപ്ഡ് ഓസിലേഷന്റെ ആംപ്ലിറ്റ്യൂഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എ ഇ റൈസ് ടു മൈനസ് ബി ടി ബൈ 2m നമ്മൾ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഡാംപ്ഡ് ഓസിലേഷൻ. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഏതാണ്? ഡാംപ്ഡ് ഓസിലേഷൻ. ഓക്കെ, അപ്പൊ ഈ ഡാംപ്ഡ് ഓസിലേഷന്റെ ആംപ്ലിറ്റ്യൂഡ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. ഇ റൈസ് ടു മൈനസ് ബി ടി ബൈ 2m എന്നാണ് വരുന്നത്. അതിന്റെ മീനിങ് എന്താ അറിയോ? ടൈം കൂടും. ഇവിടെ നെഗറ്റീവ് ഉണ്ട്. ടൈം കൂടുന്നതിനനുസരിച്ച് ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്ത് വരുന്നുണ്ട്? കുറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, അതാണ് ഡാംപ്ഡ് ഓസിലേഷനെ. ഓക്കെ, ഹിയർ എ ഇ റൈസ് ടു മൈനസ് ബി ടി ബൈ 2m, ഇവിടെ ഈ ഒരു ഇതാണ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഡാംപ്ഡ് ഓസിലേഷൻ. ഒമേഗ ഡാഷ് ഈസ് ദ ആൻഗുലാർ ഫ്രീക്വൻസി ഓഫ് ദ ഡാംപ്ഡ് ഓസിലേഷൻ. ഓക്കെ, omega dash is the angular frequency of the damped oscillation. Ready? And omega dash the equation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ root of k by m minus b by 2m whole square ആണ്. ഇത് പഠിച്ചു വെച്ചോ കേട്ടോ. മറ്റേ എന്താ പറയുക, മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. റെഡി? ഒമേഗ ഡാഷ് ഈസ് ദ ആൻഗുലാർ ഫ്രീക്വൻസി ഓഫ് ഏത് ഓസിലേഷൻ ആണ്? ഡാംപ്ഡ് ഓസിലേഷൻ. റെഡി? ആൻഡ് ഇവിടെ പഠിച്ചു വെക്കേണ്ട കാര്യം, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഡാംപ്ഡ് ഓസിലേഷനും പഠിക്കണം, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഡാംപ്ഡ് ഓസിലേഷൻ പഠിക്കണം, ആൻഡ് ഓൾസോ ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് ദ ഡാംപ്ഡ് ഓസിലേഷനും എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഓക്കെ, ഇതിന്റെ ബാക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വരുന്ന ഒരു ടോപ്പിക്കാണ് ഫോഴ്സ്ഡ് ഓസിലേഷൻ. ഓക്കെ, നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കയറാൻ പോവാണ്. ദാറ്റ് ഈസ് കോൾഡ് ഫോഴ്സ്ഡ് ഓസിലേഷൻ. ഫോഴ്സ്ഡ് ഓസിലേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ അങ്ങോട്ട് പറഞ്ഞില്ലേ, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ആക്ട് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആംപ്ലിറ്റ്യൂഡ് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ?
അപ്പോൾ നമ്മൾ ഊഞ്ഞാലുന്തന കഥ തന്നെ ആലോചിച്ച് നോക്കിയാൽ ഞാൻ ആദ്യത്തെ ഒരു വട്ടം ഉന്തിയിട്ട് അങ്ങോട്ട് പോയി എന്ന് വിചാരിക്കുക, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഗ്രാജുവലായിട്ട് കുറഞ്ഞു വരും. ഓക്കെ, ഇനി അതല്ല ഞാൻ അവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യാണ്, അവിടെ ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ എന്ത് ചെയ്യാണ്, ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ ഒരു പീരിയോഡിക് ആയിട്ടുള്ള ഫോഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഇൻ്റർവെൽ കഴിയുമ്പോഴല്ലേ ഞാൻ ഫോഴ്സ് കൊടുക്കും. ഉന്തി പോയി വന്നു ഉന്തി, പോയി വന്നു ഉന്തി. ഓക്കെ, അപ്പോൾ ഒരു ടൈം ഇൻ്റർവെൽ ഗ്യാപ്പിലാണ് ഞാൻ അതിലേക്ക് ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ആംപ്ലിറ്റ്യൂഡിൽ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ നിർബന്ധമായിട്ട് ഒരു പീരിയോഡിക് ആയിട്ടുള്ള ഡ്രൈവിംഗ് ഫോഴ്സ് കൊടുക്കണം. അത് ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഇത് ഉന്തണത്. ഓക്കെ, പീരിയോഡിക് ആയിട്ടുള്ള ഡ്രൈവിംഗ് ഫോഴ്സ് കൊടുക്കണം. പീരിയോഡിക് ആയിട്ടുള്ള ഡ്രൈവിംഗ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ആംപ്ലിറ്റ്യൂഡിൽ എന്ത് ചെയ്യാൻ പറ്റും, വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ അവിടെ കൊടുക്കുന്ന, അപ്പൊ അങ്ങനെ നടക്കുന്ന ഒരേ ആംപ്ലിറ്റ്യൂഡിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് പീരിയോഡിക് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് കൊടുത്തുകൊണ്ട് ഈ ഓസിലേഷൻ നടത്തിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഫോഴ്സ്ഡ് ഓസിലേഷൻ എന്ന് പറയുക കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ അവിടെ കൊടുക്കുന്ന ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് F0 cos omega dt ആണ് എന്ന് വിചാരിക്കുക. ദിസ് ഈസ് എ പീരിയോഡിക് ഡ്രൈവിംഗ് ഫോഴ്സ്. പീരിയോഡിക് ഫോഴ്സ് ആണ്, കോസ് ഫംഗ്ഷൻ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. റെഡി, നമുക്ക് നേരത്തെ ഒരു ഇക്വേഷൻ കിട്ടിയിരുന്നു, m × d² x ഡിവൈഡഡ് ബൈ dt² പ്ലസ് b × dx/dt പ്ലസ് kx is equal to 0 എന്നാണ് നമുക്ക് നേരത്തെ കിട്ടിയത്. അത് ഡാംപ്ഡ് ഓസിലേഷൻ ആണ്. ഓക്കെ, ഇവിടെ ഫോഴ്സ്ഡ് ഓസിലേഷൻ ആവുമ്പോൾ ഈ പറയുന്ന 0ക്ക് പകരം ഞാനൊരു ഫോഴ്സ് കൊടുത്തു, ദാറ്റ് ഈസ് കോൾഡ് F0 cos omega dt. റെഡി, ദിസ് ഈസ് ദ ഇക്വേഷൻ റെപ്രസെന്റിങ് ഫോഴ്സ്ഡ് ഓസിലേഷൻ. ഫോഴ്സ്ഡ് ഓസിലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. പിന്നെ ഈ കാണിച്ചിരിക്കുന്ന ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, സൊല്യൂഷൻ ഓഫ് ദിസ് ഇക്വേഷൻ ഈസ് x = a cos omega dt പ്ലസ് phi ആയിരിക്കും. ദിസ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഫോഴ്സ്ഡ് ഓസിലേഷൻ. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ഇതിൽ e⁻bt മറ്റെന്താ പറയുക, കുറയ്ക്കുന്നതായിട്ടുള്ള ഒരു കണ്ടന്റും എന്ത് ചെയ്തിട്ടില്ല, ഈ ഒരു ഇക്വേഷനിൽ വന്നിട്ടില്ല. ദിസ് ഈസ് കോൾഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് SHM അല്ല, ഫോഴ്സ്ഡ് ഓസിലേഷൻ. ഓക്കെ, ആൻഡ് ഹിയർ എ ഈസ് ദ ആംപ്ലിറ്റ്യൂഡ്. എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്, അത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. അതിന്റെ ഇക്വേഷൻ പഠിക്കാനുണ്ട്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ്ഡ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ F0 ഡിവൈഡഡ് ബൈ √m² × ω² മൈനസ് ωd² ഹോൾ സ്ക്വയർ പ്ലസ് b² omega d². ദിസ് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്ഡ് ഓസിലേഷൻ. അതായത് ഒരു ഫോഴ്സ് കൊടുത്തുകൊണ്ട് ഞാൻ അതിനെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓസിലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഓസിലേഷന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇക്വേഷൻ ആയിട്ടാണ് കിട്ടുന്നത്. അതൊക്കെ ബൈഹേർട്ട് ചെയ്യാനേ പറ്റുള്ളൂ കേട്ടോ. അതെങ്ങനെയാണ് എത്തുന്നത് എന്നുള്ളത് നമുക്ക് പറയുന്നില്ല ടെക്സ്റ്റിൽ. പിന്നെ എന്താ പറയുക, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, പിന്നെ phi ഈസ് ദ ഫേസ് ആംഗിൾ. ഫേസ് ആംഗിൾ എന്ന് പറയുന്നതിന് ഇങ്ങനെ ഒരു ഇക്വേഷൻ കൂടിയുണ്ട്, tan ഇൻവേഴ്സ് ഓഫ് V0 ഡിവൈഡഡ് ബൈ omega d x0. V0 എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റിയും x0 എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെന്റുമാണ്. കാര്യമായിട്ട് അവിടെ ഉപയോഗത്തിലൊന്നും വന്നിട്ടില്ല, എന്നാലും വെറുതെ ഒന്ന് അറിഞ്ഞിരുന്നോ. ഓക്കെ, phi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫേസ് ആംഗിൾ ആണ്. റെഡി, ഇത്രയാണ് നമ്മളുടെ ഏത് ഓസിലേഷൻ എന്ന് പറയുന്നത്, ഫോഴ്സ്ഡ് ഓസിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഡാംപ്ഡും പറഞ്ഞു, ഫോഴ്സ്ഡും പറഞ്ഞു. ഡാംപ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാജുവൽ ആയിട്ട് ആംപ്ലിറ്റ്യൂഡ് കുറയും. അങ്ങനെ ആംപ്ലിറ്റ്യൂഡ് കുറയാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പീരിയോഡിക് ആയിട്ടുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് കൊടുത്തുകൊണ്ട് അതിനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യണം, ഓസിലേറ്റ് ചെയ്യിപ്പിക്കണം. അങ്ങനെ ചെയ്യിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്, ഫോഴ്സ്ഡ് ഓസിലേഷൻ എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ, അപ്പൊ ഇതാണ് ഫോഴ്സ്ഡ് ഓസിലേഷൻ ആംപ്ലിറ്റ്യൂഡ്. മക്കളത് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എഴുതിയെടുക്കണം. ഇതിൽ തന്നെ ചെറിയ ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. റെസൊണൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മൾ ഈ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് റെസൊണൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു, ഒരു പാലത്തിന്റെ മുകളിലൂടെ മാർച്ച് പാസ്റ്റ് എന്ത് ചെയ്യുന്ന സമയത്ത്, നടന്നു പോകുന്ന സമയത്ത് പാലം പൊളിഞ്ഞു ചാടാനുള്ള, എന്താണ്, കൊളാപ്സ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, കൊളാപ്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ മാർച്ച് പാസ്റ്റ് കൊടുക്കുന്ന ഡ്രൈവിംഗ് ഫ്രീക്വൻസി ആ പാലത്തിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് എന്തായാൽ, ഈക്വൽ ആയാൽ, നോട്ട് ദാറ്റ് പോയിന്റ്, ഡ്രൈവിംഗ് ഫ്രീക്വൻസി നാച്ചുറൽ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആയാൽ ആ പാലം എന്ത് ചെയ്യും, ഹയർ ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്ത് കൊളാപ്സ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആ കണ്ടീഷൻ റെസൊണൻസ് ചെറിയ ക്ലാസ് പഠിച്ചതാണ്. ഓക്കെ, ഇവിടെയും കണ്ടീഷൻ തന്നെയാണ്. എന്താണ് റെസൊണൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴാണോ നമ്മൾ കൊടുക്കുന്ന
ഡ്രൈവിംഗ് ആംഗുലാർ ഫ്രീക്വൻസി എന്തിന് ഈക്വൽ ആവുന്നത്? ആ ബോഡിയുടെ, ആ ഓസിലേറ്ററിന്റെ നാച്ചുറൽ ആംഗുലാർ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആവുന്നത്. ആ സമയത്ത് ആംപ്ലിറ്റ്യൂഡ് എന്താവുന്നു? മാക്സിമത്തിലെത്തുന്നു. അതെങ്ങനെയാ എത്തുന്നതെന്ന് അറിയണോ? എങ്ങനെയാ അറിയണോ? ദാ ഈ ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ നോക്കിക്കോ. ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു F0 ഡിവൈഡഡ് ബൈ, മക്കളെ ഇതിൽ ഒമേഗ സ്ക്വയറും ഒമേഗ ഡി സ്ക്വയറും കണ്ടില്ലേ നിങ്ങൾ? ഒമേഗ നാച്ചുറൽ ആംഗുലാർ ഫ്രീക്വൻസി, എല്ലാ ബോഡിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ഫ്രീക്വൻസി ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? നാച്ചുറൽ ആംഗുലാർ ഫ്രീക്വൻസി എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും നമ്മൾ കൊടുക്കുന്ന ഡ്രൈവിംഗ് ഫ്രീക്വൻസിയും ഈക്വൽ ആവുന്ന കണ്ടീഷൻ ദാറ്റ് ഈസ് കോൾഡ് റെസൊണൻസ്. അപ്പോൾ ഈ രണ്ട് ടേമുകളും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആവൂലേ? ഫസ്റ്റ് ടേം മുഴുവൻ എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്താ ഉണ്ടാവുക? റൂട്ട് ഓഫ് ബി സ്ക്വയർ ഒമേഗ ഡി സ്ക്വയർ ഉണ്ടാവും. ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു F0 ഡിവൈഡഡ് ബൈ റൂട്ട് പോയി കഴിഞ്ഞാൽ ബി ഒമേഗ ഡി ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ ഒരു കണ്ടീഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇവിടെ ഡിനോമിനേറ്റർ വാല്യൂ കുറയല്ലേ ചെയ്തത്? സോ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായി? മാക്സിമത്തിലായി. ഓക്കെ, അപ്പൊ അതിന്റെ മീനിങ് എന്താണ്? എപ്പോഴാണോ ഡ്രൈവിംഗ് ആംഗുലാർ ഫ്രീക്വൻസി എന്തിന് ഈക്വൽ ആവുന്നത്? നാച്ചുറൽ ആംഗുലാർ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആവുന്നത്, ദ ബോഡി വിൽ വൈബ്രേറ്റ് വിത്ത് ഓർ ഓസിലേറ്റ് വിത്ത് ഹയർ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ബിക്കം മാക്സിമം. ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് റെസൊണൻസ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസൊണൻസ്. ഓക്കെ, അപ്പോ ഇത്രയാണ് നമ്മുടെ ചാപ്റ്ററിന്റെ എന്തെന്ന് പറയുന്നത് ഒരു ചുരുക്കത്തിലുള്ള രൂപം. ചുരുക്കത്തിലൊന്നല്ല, എല്ലാ ടോപ്പിക്കുകളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് മറ്റേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്യുക. ഇതോടുകൂടി എൻ്റെ ചാപ്റ്റർ ഇവിടെ എന്ത് ചെയ്യാണ്? അവസാനിക്കുകയാണ് ഇമ്പ്രൂവ്മെന്റിന്റെ. ബാക്കി വേവ്സ് മറ്റേ ആരെങ്കിലും ഇതിന്റെ ബാക്കിൽ വരുന്നുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ഇനി നമുക്ക് +2 ക്ലാസ്സുകളിൽ എൻ്റെ ചാപ്റ്ററുമായിട്ട് അവിടെ മീറ്റ് ചെയ്യാം.